മൊത്തം പറയണം എന്റെ കല്യാണത്തെ പറ്റി. ഈ നാടിന്റെ ഒരു ചരിത്രം നിർമ്മിക്കുകയാണെങ്കിൽ അതിലൊരു ചരിത്രം എന്റെ കല്യാണമാകണം എന്നൊന്നും ആരും കരുതി പോകരുത്, അത് മോശമാണ്. ഇരിക്കട്ടെ, അതിഥികളെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്ന് മാറി നിന്നു, അതിഥികളെ മുഖം നോക്കാതെ സ്വീകരിച്ചു, സലാം പറഞ്ഞു. മറ്റൊരു അദബാണ്. ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തു, വേറൊരു അദബാണ്. പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി, വേറൊരു അദബാണ്. മുന്തിയൊരു ഭക്ഷണം അവരെ മുന്നിലേക്ക് കയ്യിൽ വെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. നമുക്കൊരു പാത്രം കൊണ്ടുപോയി വെക്കാൻ മടിയാണോ? ഒരു കസേര വെച്ചു കൊടുക്കാൻ മടിയാണോ? ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ തിരുത്തുന്നതിന് ഏറെ ചെലവ് കൊടുത്ത് പണിയെടുക്കുന്ന പാശ്ചാത്യന്മാരുടെ പണി നമ്മൾ സ്വീകരിച്ചുകൂടാ. സമയം പരിമിതമാണ്. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ദയവ് ചെയ്ത് സഹോദരിമാരെ, മാർക്കറ്റിൽ ചെന്നിട്ട് പുതിയ തരം ഉടുപ്പുകളെ നോക്കിയിട്ട് കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിക്കുന്ന രീതിയിൽ ആ പെൺകുട്ടിക്ക് വസ്ത്രം വാങ്ങി ധരിപ്പിച്ച് നമ്മൾ നടത്തിക്കളഞ്ഞാൽ നാളെ പിറ്റേന്ന് ഏതെങ്കിലും പൂവാലന്മാരോ കഴുകന്മാരോ നിങ്ങളെ പെണ്ണിന്റെ ശരീരത്തിന്റെ ഒരു സാധാരണ ഭംഗിയിൽ ആകൃഷ്ടരായി വല്ല പരിക്കുമേൽപ്പിച്ചാൽ കുറ്റം പറയാനുള്ളത് നിങ്ങളെ തന്നെയാണ്. പരിക്കേൽപ്പിച്ചവനെ പറയണ്ട. എന്തിനാ ശരീരത്തിന്റെ ഭാഗങ്ങൾ അങ്ങനെ വെളിവാക്കിയിട്ട് നല്ലോണം നടക്കേണ്ട പെൺകുട്ടിയുടെ ശരീരം മറക്കേണ്ട സ്ഥലങ്ങളൊന്നും മറക്കാതെ പാതിഭാഗങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് പ്രദർശിപ്പിച്ചിട്ട് ഈ പുതിയ പാശ്ചാത്യൻ ശൈലി നമ്മൾ അനുകരിച്ചത് എന്തിനാ? മുടിയില്ലാത്ത, മുടി കുറച്ച് കൊഴിഞ്ഞുപോയ, കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞൊരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഭർത്താവ് തിരിച്ചുപോയിട്ട് വീട്ടുകാരിയായ സ്വഹാബി വനിതയോട് നിങ്ങളെ കുട്ടിക്ക് കുറച്ച് മുടി വെച്ചു കൊടുക്കണമെന്ന് സ്വന്തം മരുമകൻ നിർദ്ദേശിച്ചു പോയപ്പോ ആ കുട്ടിയെയും പിടിച്ചു ഉമ്മ ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങളെ, ഇതെന്റെ മോളാണ്, ഈ അടുത്ത് കല്യാണം കഴിച്ച പെൺകുട്ടിയാണ്. എന്താണ് ഈ കുട്ടിക്ക് പ്രശ്നം? ഈ കുട്ടിക്ക് മുടി കുറച്ച് കുറവാണ്. ഭർത്താവ് കുറച്ചുകൂടി മുടി വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരെ ജീവിതം സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന് ഭംഗിക്ക് ആവശ്യമായി കുറച്ച് മുടി വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് പാടില്ലല്ലോ. സ്വഹാബി വനിത ചോദിച്ചു, അല്ലാഹുവിന്റെ ഖുർആനിൽ അങ്ങനെയുണ്ടോ? വിവരമുള്ള പെണ്ണാണ്. ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിലുണ്ട്. ഖുർആന് നിങ്ങൾ മാത്രല്ല, ഞാനും ഓതിയിട്ടുണ്ട്. ഞാൻ ഓതിയ ഖുർആനിൽ ഞാനത് കണ്ടിട്ടില്ലല്ലോ. ഓതേണ്ടതുപോലെ ഓതിയെങ്കിൽ നിങ്ങളും കാണുമായിരുന്നു. എന്നാ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, അള്ളാഹുവിന്റെ ഖുർആനിൽ എവിടെയാണുള്ളത്? മഹാനവർകൾ ഓതിക്കൊടുത്തു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിച്ചു മുറുകെ പിടിക്കണം. തങ്ങൾ കൈയൊഴിക്കാൻ പറഞ്ഞത് നിങ്ങൾ വർജിക്കണം. ഇത് അള്ളാന്റെ റസൂല് ഒഴിവാക്കാൻ പറഞ്ഞതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ലഅനത്തുണ്ട് എന്ന് പറഞ്ഞ വിഷയമല്ലേ വെച്ചു മുടി കൊടുക്കുന്നത്? മുടി വെച്ചു കൊടുക്കുന്ന പെണ്ണിനെയും അതിനുവേണ്ടി പണിയെടുക്കുന്ന പെണ്ണിനെയും അത് ആവശ്യപ്പെട്ട് ചെല്ലുന്ന പെണ്ണിനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഈ ആയത്ത് ഖുർആനിലില്ലേ? ഉമ്മ പറഞ്ഞു, ആ ആയത്ത് ഖുർആനിലുണ്ട്. എന്നാൽ ഇതാണ് അതിന്റെ തെളിവ്. തെളിവ് ബോധ്യപ്പെട്ടപ്പോ ഉമ്മ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെ ഭാര്യയും വെപ്പുമുടി വെച്ചിട്ടുണ്ടല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് ആയത്ത് വേണ്ട, അതിന് ഹദീസ് വേണ്ട. എന്റെ ഭാര്യ അടുക്കളയിലുണ്ട്, ഒന്ന് പോയി നോക്കി മുടിയൊന്ന് പരിശോധിച്ചോളൂ. അപ്പുറം ഇപ്പുറമുള്ള മുടിയൊക്കെ ഒന്ന് വലിച്ചു നോക്കൂ, കയ്യിൽ പോരുന്നുണ്ടോ
എന്ന് നോക്കൂ, മുടി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചോളൂ. അകത്തേക്ക് ആ പെണ്ണ് പോയി, സ്വഹാബി വനിത പോയി മുടി പരിശോധിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇല്ല, അത്തരത്തിലൊരവസ്ഥ കാണുന്നില്ല. ചെറുപ്പക്കാരെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരുന്ന അന്ന് ഇത്തരത്തിലൊരു സ്വഭാവം എന്റെ പെണ്ണിലുണ്ടെന്ന് എനിക്കറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആ പെണ്ണിനോട് ശാരീരിക ബന്ധം പുലർത്തൂല. പെണ്ണിനെ ഞാൻ ഒഴിവാക്കി അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. പക്ഷേ അതൊന്നും ഇല്ലാതെ സുന്നത്തായ ശൈലി ജീവിക്കുന്ന സ്വീകരിക്കുന്ന പെണ്ണാണ് എന്റെ പെണ്ണ് എന്നെനിക്ക് പൂർണ്ണവും ബോധ്യമുണ്ട്. ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾ പർദ്ദ ധരിച്ച് നടക്കുമ്പോ, മത്തയും ബുർഖയും ധരിച്ച് നടക്കുമ്പോ, കല്യാണപ്രായമെത്തിയ നല്ല പക്വതയെത്തിയ കാണാൻ ഭംഗിയുള്ള പ്രായപൂർത്തിയും അതിനോടടുപ്പമുള്ള പെൺകുട്ടികളെ പുരുഷന്മാരുടെ പാന്റും പുരുഷന്മാരുടെ ടീഷർട്ടും ധരിപ്പിച്ച് നടത്തുന്നത് ഇസ്ലാമിനന്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയ്ക്ക് എതിരാണ്. അവിടുന്ന് പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ? ലഅനല്ലാഹുൽ മർഅത അല്ലതി തൽബസു ലുബ്സതർ റിജലി വലഅനല്ലാഹുർ റജുല അല്ലതി തൽബസു ലുബ്സതൽ മർആ. പെണ്ണിന്റെ വേഷം അണിയുന്ന ആണിനെയും ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കള് ശാപം പേറിയവരാകണോ? അള്ളാന്റെ ശാപവും അള്ളാഹുവിന്റെ റസൂലിന്റെ ലഅനത്തും കിട്ടിയവരാകേണ്ടതുണ്ടോ? നല്ലവരായിട്ടല്ലേ അവരെ വളർത്തേണ്ടത്. അതുകൊണ്ട് നല്ല ശൈലിയിലുള്ള വസ്ത്രങ്ങളാണ് വാങ്ങിക്കൊടുക്കേണ്ടത്. ഒരു തട്ടം വാങ്ങിക്കൊടുക്കുമ്പോൾ വരെ അത് ഇസ്ലാമിനന്യമാകരുതേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്ന് തങ്ങളെ കണ്ടുപഠിച്ച് ജീവിച്ച് 9 വർഷം തങ്ങളോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയാണ് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ സൽക്കാരത്തിന് വന്നില്ലേ അസ്മാ ബീവിന്റെ മകള്? സ്വന്തം ജേഷ്ഠത്തിയുടെ മകള് സൽക്കാരത്തിന് വന്നപ്പോ ആ കുട്ടിയുടെ തലയിൽ ഒരു തട്ടം കണ്ടു. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകളുടെ തലയിൽ ആയിഷ ബീവി ആ തട്ടം നോക്കുമ്പോ പുറത്തു നിന്ന് ഉള്ളിലെ മുടിയൊക്കെ കൃത്യമായി കാണുന്ന തട്ടമാണ്. മുഖമക്കനയാണ്, പക്ഷേ വളരെ കട്ടി കുറവാണ്. അത് അഴിച്ചു ഊരിയിട്ട് 2 ഭാഗമായത് കീറി വെച്ചിട്ട് ടേബിൾ തോർത്താനുള്ള ത്രവ്വലാക്കി മഹദി അത് വെക്കുകയും പകരം കട്ടിയുള്ള മുഖമക്കന ധരിപ്പിച്ചു കൊടുത്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിലുള്ള സഹോദരിമാരെ ശപിച്ചിട്ടുണ്ട്. അവര് നരകത്തിന്റെ വറകുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിലേക്ക് പോകാൻ പക്വതയുള്ളതായി പറഞ്ഞ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഉള്ള വേഷവിധാനമാണ് നമ്മൾ ധരിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ ചെറുപ്പക്കാരോടും ഉപ്പമാരോടും പറയട്ടെ, ഔറത്ത് വെളിവാക്കുന്നത് ഇസ്ലാമിനെതിരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരാണ്. അതേ ഫഖദും കാട്ടി തൊടയും കാട്ടിയിരിക്കുന്ന ആളോട് നിന്റെ തൊടഭാഗം നീ മറക്കണം, അത് ഔറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ചെറിയവരും വലിയവരൊക്കെ ഒരു ട്രൗസർ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന വീട്ടിലിരിക്കുന്ന ഒരു ദുഷിച്ച ഏർപ്പാട്, അതൊരു മോശപ്പെട്ട ശൈലിയാണ്. നമുക്ക് പറ്റിയതല്ലത്, മുസ്ലിമിന് പറ്റിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബായിനെതിരാണ്. മറക്കണത് പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊരു വിഭാഗത്തിന്റെ യൂണിഫോം എന്ന് അതുവരെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മളത് മാറ്റാതിരുന്നാൽ മോശമല്ലേ? നമ്മളത് പിന്നെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കാൻ പാടില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ അനുസരിച്ച് ജീവിക്കണം. തങ്ങൾ ഹറാമാക്കിയത് എന്നും നമുക്ക് ഹറാമാകണം. അതിന്റെ ഹറാമിയത്ത് മാറാതെ ആ ഹറാമായത് ഹറാമായി തന്നെ സ്വീകരിക്കണം. അങ്ങനെ തന്നെ സ്വീകരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കടുത്ത രീതിയിൽ എല്ലാ വിഷയങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു.